guys, welcome back to the channel. TV കണ്ടില്ലോ. അച്ചുകുട്ടി എവിടെ പോകുന്നേ? ഫോട്ടോ കാണാൻ. എവിടെ? ഫോട്ടോ കാണാൻ പോകുന്നാ? ആണോ? ഓക്കേ. ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് ബഹ്ല ഫോർട്ട് കാണാനായിട്ട് പോവാണ്. ഈ സ്ഥലം കാണുമ്പോൾ ഒരു കൊച്ചു കേരളം പോലെ തോന്നുന്നുണ്ടല്ലേ, പക്ഷെ തെങ്ങിന് പകരം ഡേറ്റ്സിൻ്റെ മരമാണെന്ന് മാത്രം. ഒത്തിരി തവണ നമ്മൾ ആ ഫോർട്ട് പാസ് ചെയ്ത് പോയിട്ടുള്ളതാണെങ്കിൽ ഇപ്പോഴാണ് അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു ചാൻസ് കിട്ടിയത്. ഒമാനിൽ വന്നിട്ട് ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഫോർട്ട് കണ്ടില്ല എന്ന് വെച്ചാൽ മോശമല്ലേ. അപ്പോൾ ഇന്ന് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ പോവാണ്. ഫ്രൈഡേ ആയത് കാരണം എന്തായാലും നല്ല തിരക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ബഹ്ല ഫോർട്ട് എന്ന് പറയുന്നത് ഒമാനിലെ 1 ഓഫ് ദ 4 ഹിസ്റ്റോറിക്കൽ ഫോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അല്ല അങ്ങനെയല്ല. അങ്ങനല്ലേ? ഓക്കെ. ഉച്ചക്കുട്ടിക്ക് ഞങ്ങളുടെ രണ്ടാളെയും കൈ പിടിച്ചുകൊണ്ട് നടക്കണം. ടൂറിസ്റ്റുകളൊക്കെ ആണെങ്കിൽ ഇവിടെ എൻട്രൻസ് ഫീ ഒക്കെ ഉണ്ട് കേട്ടോ. പെർ ഹെഡ് 2.5 റിയാലൊക്കെ ആവും. അകത്തേക്ക് കയറുമ്പം തന്നെ ബഹ്ല ഫോർട്ടിൻ്റെ ഒരു മിനിയേച്ചർ ഡിസൈൻ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒമാൻ എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ഒരുപാട് കെട്ടുകഥകളുടെയും ജിന്നുകളുടെയും ബ്ലാക്ക് മാജിക്കിൻ്റെയും ഒക്കെ ഒരു സ്ഥലമായിട്ടാണ്. ഇതൊക്കെ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ കാണാം. പക്ഷേ ഇതിനൊരു തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ ഇല്ല. ഇനി നമുക്ക് ഫോർട്ടിനെ പറ്റി പറയാം. ഇത് ഒമാൻസ് ലാർജസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് ഫോർട്ടാണ്. അതുകൂടാതെ ഫസ്റ്റ് യുനെസ്കോ ലിസ്റ്റഡ് ഫോർട്ട് കൂടെയാണ്. ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ബാനു നബാൻ ട്രൈബാണ് ഇൻ ബിറ്റ്വീൻ 12th and 15th സെഞ്ച്വറി. ഞങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നടക്കുകയാണ്. ഈ വിൻഡോൻ്റെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ഒമാന് കാണാൻ പറ്റും. പിന്നെ നല്ല കാറ്റും വരുന്നുണ്ടായിരുന്നു. ഇന്ന് പല സ്ഥലങ്ങളിലും അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കലയാണല്ലേ ക്ലേ പോട്ടറി മേക്കിംഗ്. പക്ഷേ ഒമാനികൾ ഇതിപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്ടെൻസിൽസ്, ഡെക്കറേറ്റീവ് ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന രീതികൾ പുതിയ ജനറേഷന് പാസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ചെറിയൊരു പോട്ടറി ക്ലാസ് കൂടെ നടക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. 1 hourന് ചെറിയൊരു ഫീ കൂടി ഉണ്ട് കേട്ടോ. ഈ ഫോർട്ടിന് ഒരുപാട് അറകളും കുറേ ഓപ്പൺ എയർ സ്റ്റേഴ്സും വിൻഡ് ടവേഴ്സൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് ഈ ഫോർട്ടിനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കുന്നത്. ഇതൊരു ഇസ്ലാമിക് ആർക്കിടെക്ചറാണ്. ഇതിൻ്റെ വാൾസിനൊക്കെ ഭയങ്കര ഹൈറ്റാട്ടോ. പിന്നെ ടവേഴ്സൊക്കെ ഒരു നാരോ സ്പ്ലിറ്റ് ലൈൻ വിൻഡോസൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് അറ്റാക്കേഴ്സിനൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ നിന്നിട്ടുള്ള വ്യൂ എന്ന് പറയുന്ന ഒരു അടിപൊളി വ്യൂ ആട്ടോ. കുറച്ച് റൂംസിലൊക്കെ അവർ ഫോട്ടോ ഗാലറീസും എക്സിബിഷൻ പിന്നെ മ്യൂസിയം പോലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ അവർ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം പോട്ടറി മേക്കിങ്ങിൻ്റെ ആട്ടോ. ഇതൊക്കെ ഒരു ലേഡി വരച്ചിട്ടുള്ള പെയിൻറ്റിങ്സ് ആട്ടോ. എല്ലാം സെല്ല് ചെയ്യാൻ വെച്ചിട്ടാണ് ഉള്ളത്. മറിയം ആർട്ട് ഗാലറിന്ന് കണ്ടത്. എന്തായാലും എല്ലാത്തിനും നല്ല റേറ്റാണ്. 1 റിയാൽ മുതൽ 1000 റിയാൽ വരെയുള്ള പെയിൻറ്റിങ്സ് ആണ് ഇവിടെ ഉള്ളത്. മേ ബി അത്രയും ഹാർഡ് വർക്ക് കാണുമായിരിക്കും അല്ലേ. അങ്ങനെ എല്ലാ സ്ഥലം കയറി നോക്കി. മുകളിലോട്ടൊക്കെ കയറി നോക്കിയപ്പോൾ നല്ല കാറ്റായിരുന്നു. എല്ലാം തന്നെ എങ്ങോട്ട് നോക്കിയാലും നല്ല വ്യൂ ആട്ടോ. പിന്നെ ഇതൊരു ചെറിയ ഫോട്ടോ എക്സിബിഷനാണ് പോട്ടറി മേക്കിങ്ങിൻ്റെയും വീറ്റ് ഹാർവെസ്റ്റിങ്ങിൻ്റെയും ഒക്കെ ആയിട്ട്. ാണ് സുൽത്താൻ കപൂസ് മോസ്ക്. ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ളൊരു പള്ളിയാട്ടോ ഇത്. മെയിനായിട്ട് 4 റൗണ്ട് ടവേഴ്സ് ആട്ടോ ഉള്ളത്. അതിന് വിൻഡോ ടവേഴ്സ് എന്നാണ് പറയുന്നത്. പിന്നെ മുകളിലേക്ക് പോകാൻ ലാഡർ കൂടി ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഗുജറാത്തിലെത്തിയ പോലത്തെ ഒരു ഫീലല്ലേ. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഗുജറാത്തിന് ഇങ്ങനെ ഒരു ഭംഗിയല്ലേ. എനിക്ക് അങ്ങനെ ആട്ടോ തോന്നിയത്. പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് ടീ സ്നാക്സിൻ്റെ ഒക്കെ സ്റ്റാൾസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതെന്താ ജ്വല്ലറീസ് അങ്ങനെയൊക്കെ. ഇതെന്താ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്ന സംഭവം തോന്നുന്നു. എന്തായാലും അത് ക്ലോസ്ഡ് ആണ്. ഇത് അവരുടെ ട്രഡീഷണൽ ഡ്രസ്സസ് ഒക്കെയാണ്. കണ്ടു. വീഡിയോസിൽ മാത്രം കണ്ടിട്ടുള്ള ഹണി ബീസിനെ നേരിട്ട് കണ്ടിട്ട് ആൾക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇതൊക്കെ സെല്ല് ചെയ്യാൻ വെച്ചിട്ടുള്ള വെറൈറ്റി ഹണീസ് ആട്ടോ.
ഇവിടെ മിക്കവാറും ദിവസങ്ങളിൽ സ്റ്റേജ് ഷോസ് ഒക്കെ നടക്കാറുണ്ട്. എന്നാലും ഞങ്ങൾ പോയ സമയത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ 2-2.5 മണിക്കൂറത്തെ കറക്കത്തിന് ശേഷം ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. റിയലി ലൈറ്റ്സ് കൂടി ആയപ്പം ഫോട്ടോ കാണാനായിട്ട് അടിപൊളിയായിരുന്നു. എന്തായാലും ഒമാനിലുള്ളവരാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആട്ടോ. വഹാല പോട്ടെല്ലാം കണ്ടിട്ട് നമ്മൾ ഫോണാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.